ഇപ്പോൾ അവർ മുറിയിലേക്ക് പോവുകയാണ്. പാണക്കാട് സാദിഖലി തങ്ങളും ഒപ്പം പി വി അൻവറും ഇതാ വലിയ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും അല്ലേ പാണക്കാട്ട് കുടുംബത്തേക്ക് പി വി അൻവർ എത്തിച്ചേരുന്നത്. ഇടതുപാളയത്തിൽ നിന്ന് പിണങ്ങിയതിനു ശേഷം പി വി അൻവർ യു ഡി എഫിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണിത്. പാണക്കാട്ടേക്ക് പി വി അൻവർ എത്തിയിരിക്കുന്നു. അവിടെ പാണക്കാട് സാദിഖലി തങ്ങളുമായി കൂടിയാലോചന നടത്തുകയാണ്. യു ഡി എഫിലേക്കുള്ള വഴി തുറക്കുകയാണ് പ്രധാനപ്പെട്ട ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. മുബഷീർ കൂടി നമുക്കിപ്പമുണ്ട്. മുബഷീർ, അങ്ങനെ ആ വഴി തുറക്കാനായി ഒരു യാത്ര അല്ലേ? തീർച്ചയായും മാസങ്ങൾക്ക് മുൻപ് വരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു MLA ആണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പാണക്കാട്ടെ വസതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹവുമായി സംസാരിക്കുന്ന നാടകീയമായ കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ, എന്തായാലും കൂടിക്കാഴ്ച ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി PV അൻവർ MLA കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ അൻവർ ഈ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശിച്ചിരുന്നത്. പൊളിറ്റിക്കൽ നെക്സസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരുൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നത്. ആ ഒരു പശ്ചാത്തലം പൂർണ്ണമായും മാറിയിരിക്കുന്നു. അൻവറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ അദ്ദേഹത്തിനുണ്ടായ സ്വീകാര്യത അത് UDF മുന്നണിയിലേക്ക് വഴി മുബഷീർ തുടരാവുന്നതാണ്. ഇപ്പോൾ ലീഗ് നേതാക്കളെ കാണാൻ പി വി അൻവർ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിലാണ് ഇപ്പോൾ പി വി അൻവർ ഉള്ളത്. UDF പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നതിനായിട്ടാണ് ഇപ്പോൾ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം പി വി അൻവർ MLA സ്വീകരിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിന് കൂടി താല്പര്യമുള്ളൊരു പൊതുവിഷയമാണ് വനം വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനകീയ യാത്ര നടത്തുന്ന പി വി അൻവറിനെ ആ യാത്രയിൽ ET മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് വാർത്തയായതിനെ തുടർന്ന് അവർ മാറുകയായിരുന്നു. ഇന്നിപ്പോൾ UDF പാത വെട്ടിത്തുറന്ന് പി വി അൻവർ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചർച്ച വളരെ നിർണായകമാണ് ആ അർത്ഥത്തിൽ, അല്ലേ മുബഷീർ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായി തന്നെ ഇതിന് വിലയിരുത്താൻ സാധിക്കും. സാദിഖലി ശിഹാബ് തങ്ങളുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തൊട്ടപ്പുറത്തുള്ള കാരാത്തോടുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തിയും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ്. നേരത്തെ തങ്ങളുമായി സംസാരിച്ച ഘട്ടത്തിൽ അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞത് സാധാരണഗതിയിൽ ഇന്ന് ചൊവ്വാഴ്ചയാണ് പാണക്കാട് കുടുംബാംഗങ്ങളെ, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളെ നിരവധി ആളുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി, ആശീർവാദങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തുന്നൊരു ദിവസം കൂടിയാണ്. ആ ഒരു ദിവസം കൂടിയാണ് ഇന്ന് PV അൻവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നൊരു സന്ദർശനമായി മാത്രമാണ് ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നത്. ശേഷം UDF നിന്നും ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം ഉണ്ടാകാത്തൊരു പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു കൂടിക്കാഴ്ച മാത്രമാണ്. ഔദ്യോഗികമായിട്ടൊരു പിന്തുണ എന്ന് തന്നെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒരു പ്രഖ്യാപനമായി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എങ്കിലും ആ ഒരു UDF മുന്നണിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആദ്യ പടിയായി തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയെ കണക്കാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അൻവറിൻ്റെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കാലങ്ങളായി മുന്നോട്ട് വെക്കുന്ന ജനകീയ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ഒരു വന്യമൃഗശല്യത്തിനെതിരായ ഒരു നടപടി എന്നുള്ളത്. വന നിയമ ഭേദഗതി ആവശ്യമാണെന്നൊരു അത്തരത്തിലുള്ള ആവശ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അൻവർ വലിയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നത്. അതിനിടയിലാണ് യാദൃശ്ചികമായിട്ട് അൻവറിന്റെ മണ്ഡലത്തിലെ തന്നെ ഒരു പ്രദേശവാസിയുടെ മരണം സംഭവിക്കുന്നതും അതുവഴി ഉണ്ടായ പ്രതിഷേധത്തിൽ അൻവറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് എത്തുന്നതും. എന്തായാലും അറസ്റ്റിന് തൊട്ട് പിന്നാലെ UDF നേതാക്കൾ പിന്തുണയുമായി വന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ പിന്തുണ തന്നെയായിരുന്നു കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തിരുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി നിശിതമായ ഭാഷയിലായിരുന്നു അൻവറിന്റെ അറസ്റ്റിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും UDF മുന്നണിയിലേക്കുള്ള ഒരു പ്രവേശനമായി തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, പിന്തുണകൾ മാറിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അറസ്റ്റുണ്ടായി. 18 മണിക്കൂറോളം ജയിൽവാസത്തിന് ശേഷം അൻവർ ജയിൽ മോചിതനായി പുറത്തിറങ്ങി. ആദ്യമായിട്ട് UDF പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിക്കുന്നതിന് വേണ്ടി പാണക്കാട്ട് എത്തിയിരിക്കുന്നു. ഇപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയുടെ കാരാത്തോടുള്ള വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ തന്നെ അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എതിർപ്പുന്നയിക്കുന്ന VD സതീശനെ പോലെയുള്ള കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ഇപ്പോൾ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു ചിത്രമാണ് പൊതുവെയുള്ളത്. ഇന്നിപ്പോൾ അവസാനമായി PD സതീശന്റെ പ്രതികരണം ഉൾപ്പെടെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. തന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മുന്നണിയിലേക്ക് ആരെ പ്രവേശിപ്പിക്കണമെന്ന കാര്യത്തിലേക്ക് തന്നെ അന്തിമ തീരുമാനമുണ്ടാകുന്നത് നേതൃത്വമാണ് തീരുമാനിക്കുക. കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്ന് PD സതീശൻ ഉൾപ്പെടെ പറയുമ്പോൾ അത് വലിയ സാധ്യത തന്നെയാണ് അൻവറിന് തുറന്നിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇന്നത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അൻവർ അത് കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. UDF തന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും UDF ഉണ്ടാകും, അല്ലെങ്കിൽ
പ്രതിപക്ഷത്തോടൊപ്പം ഉണ്ടാകും. കാരണം തൻ്റെ പോരാട്ടം പിണറായി സർക്കാരിനെതിരെയാണ്, പിണറായിയുടെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണെന്ന് PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗിൻ്റെ വലിയൊരു പിന്തുണ, അല്ലെങ്കിൽ UDF മുന്നണിയിലെ ബാക്കിയുള്ള ഘടകകക്ഷികളുടെയൊക്കെ തന്നെ വലിയ പിന്തുണ അൻവർ അനൗദ്യോഗികമായി തന്നെ തേടിക്കഴിഞ്ഞു. അത് സ്വീകരിക്കുവാൻ UDF നേതൃത്വം ഇനി തയ്യാറാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടതായാലും. കൂടിക്കാഴ്ച ഇപ്പോൾ 10 മിനിറ്റിലധികം നീണ്ടിരിക്കുന്നു, അവിടെ തുടരുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ അവിടെ ഇറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് എന്ത് പ്രതികരണമാകും നടത്തുക എന്നുള്ളതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതാണ്. വിശേഷം അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന സമയത്ത് അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ, വിശേഷ്യ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും PK അബ്ദുറബ്ബ് പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ മുൻ മന്ത്രിമാർക്കെതിരെയും ഒക്കെ തന്നെ നടത്തിയിരുന്ന വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. പലതരത്തിലുള്ള വിഷയങ്ങളിൽ രൂക്ഷമായ ഭാഷയിലായിരുന്ന ആ ഘട്ടത്തിലൊക്കെ തന്നെ ലീഗിനെതിരെ അൻവർ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നത്. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ സൈബർ അണികളും അൻവറും നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അൻവറിന് തോക്ക് അപേക്ഷിച്ചുകൊണ്ട് ജില്ലാ കളക്ടറെ സമീപിച്ച സമയത്ത് കളിത്തോക്ക് അയച്ചു കൊടുത്ത മുസ്ലിം യൂത്ത് ലീഗുകാർ മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. അവർക്കതിന് പ്രതികരണവുമായി അൻവർ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ രംഗത്ത് വന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പ്രത്യാരോപണങ്ങളുടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ അൻവർ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. ആ വിമർശനങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകളൊക്കെ തന്നെ സ്വീകരിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന രീതിയിലുള്ള പ്രതീതി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അൻവറിൻ്റെ അറസ്റ്റ് UDF മുന്നണിയിലേക്കെന്ന വഴി തുറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പടിയായി തന്നെ ഈ ഒരു സന്ദർശനത്തെ കണക്കാക്കാൻ സാധിക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് എന്ത് സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഷ്കർ, ഇന്ന് ഇവർ രണ്ടുപേരും മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് എന്തു പറയുമെന്നുള്ളതിലാണ് ഒരു രാഷ്ട്രീയ ആകാംക്ഷയുള്ളത്.